അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 2ാം ക്ലാസ്സിലെ 2023 നടന്ന ഓണപരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഓണാഘോഷത്തിനായി സ്കൂളും പരിസരവും അലങ്കരിക്കുന്ന തിരക്കിലാണ് രാജുവും അലിയും മറ്റു കൂട്ടുകാരും. വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകളുമായിട്ടാണ് അലി സ്കൂളിൽ വന്നത്. ഏതൊക്കെ വർണ്ണങ്ങളിലുള്ള ബലൂണുകളാണ് അവൻ്റെ കയ്യിലുള്ളത്? ഹയ്യ, വരൂ, നുലവ്വിനു, നമുക്ക് കളർ കൊടുക്കാം. ഇവിടെ കൊടുത്ത ബലൂണുകൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറുകൾ, നിങ്ങൾ പഠിച്ച കളറുകളൊക്കെ കൊടുക്കുക. സ്കൂൾ ബലൂണുകൾ കൊണ്ട് അലങ്കരിക്കുന്നതിനിടയിലെ ഒരു ബലൂൺ മുറ്റത്തെ മരത്തിൽ കുരുങ്ങി. അലി സങ്കടത്തോടെ മരത്തിന് മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അതുവഴി വന്ന ബബ്ലു തത്ത അലിയുടെ സങ്കടം കണ്ടപ്പോൾ കാര്യം അന്വേഷിച്ചു. ഫസ്റ്റ് പ്രവർത്തനമായിട്ട് വരുന്നത് അലിയും ബബ്ലു തത്തയും തമ്മിൽ നടന്ന കോൺവെർസേഷനാണ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ടത്. അവിടെ വിട്ട ഭാഗം ഫില്ല് ചെയ്യണം. ബബ്ലു തത്ത പറയുകയാണ്, സൊബാ ഉൽ ഖൈർ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ അലി അതിന് റിപ്ലൈ എന്താണ് കൊടുത്തിരിക്കുക? സൊബാഹുൻ നൂർ എന്നവിടെ ചേർത്ത് കൊടുക്കണം. മാതാ എന്ന് ബബ്ലു തത്ത ചോദിക്കുകയാണ്, എന്താണ് വിഷമത്തോടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അലി പറയുകയാണ്, എന്താവും പറഞ്ഞിരിക്കുക? ബാലൂണി. അവിടെ കൊടുത്തിട്ടുള്ള ആ ബാലൂണി ഇവിടെ എഴുതുക. എൻ്റെ ബലൂൺ എന്ന് വിഷമത്തോടെ പറയുകയാണ്. അപ്പോൾ ബബ്ലു തത്ത ചോദിക്കുകയാണ്, അയിന, എവിടെയാണ് നിന്റെ ബലൂൺ ഉള്ളത്? അലി പറയുകയാണ്, അല ആദിഹി ഷജറത്തി, ആ മരത്തിൻ്റെ മുകളിലാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ബബ്ലു തത്ത പറയാണ്, സ ഉസ ഇതുക്ക, ഞാൻ നിന്നെ സഹായിക്കാം. ഇത് കേട്ടപ്പോൾ അലി അവിടെ എന്താവും പറഞ്ഞിരിക്കുക? ശുക്രൻ, നന്ദി പറയുകയാണ്. അപ്പോൾ ബബ്ലു തത്ത അഫ്വൻ, വെൽക്കം എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പ്രവർത്തനം നോക്കൂ. ബലൂൺ കയ്യിൽ കിട്ടിയപ്പോൾ അലിക്ക് വളരെയധികം സന്തോഷമായി. അവൻ ബബ്ലു തത്തക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പാട്ടുപാടി. നുകെമ്മിലുൽ മൻലൂമ, ഈ പോയം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അവിടെ വിട്ട ഭാഗത്ത് യോജിച്ചത് എന്താണോ അത് ചേർത്ത് കൊടുക്കണം. നോക്കൂ, യാ ബബ് ഓ ഈ, യാ ബബ് ഓ ഈ, എൻ്റെ തത്തേ എന്ന് പറഞ്ഞിട്ട് പാടുകയാണ്. അൻത സ്വദീക്കി, നീ എൻ്റെ കൂട്ടുകാരനാണ്. യാ ബബ് ഓ ഈ, നീ എൻ്റെ കൂട്ടുകാരനാണ്. ഇനി വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. യാ ബബ് ഓ ഈ, യാ ബബ് ഓ ഈ, അൻത ഹബീബി, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. യാ ബബ് ഓ ഈ, അൻത ഹബീബി എന്ന് അവിടെ ചേർത്ത് കൊടുക്കണം. പിന്നെ വീണ്ടും യാ ബബ് ഓ ഈ, യാ ബബ് ഓ ഈ, ശുക്രൻ ശുക്രൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ എന്ത് ചേർത്ത് കൊടുക്കണം? യാ ബബ് ഓ ഈ, നിനക്ക് നന്ദി എന്ന് പറയാണ്. വീണ്ടും യാ ബബ് ഓ ഈ, യാ ബബ് ഓ ഈ. പിന്നെ അവിടെ എന്താണ് ചേർക്കേണ്ടത്? നെൽ അബു ദൗമൻ, നമുക്ക് എപ്പോഴും കളിക്കാം. യാ ബബ് ഓ ഈ. അലിയുടെ പാട്ട് മറ്റു കൂട്ടുകാരും കേട്ടു. അവർ എവിടെയാണുള്ളതെന്ന് പറയാമോ? നുകെമ്മിലുൽ ജുംല, നമുക്ക് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. 3ാമത്തെ പ്രവർത്തനമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഫൗക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മുകളിൽ. ഇവിടെ തെഹ്ത, താഴെ. ഫി ഇൽ, ഇവിടെ ഏതാണ് യോജിച്ചത് അത് ചേർത്ത് കൊടുക്കണം. നോക്കൂ, അൽ ഉറാബു, കാക്ക, ഫൗക്കൽ മദ്രസത്തി, സ്കൂളിന്റെ മുകളിലാണുള്ളത്. സ്കൂളിന്റെ മുകളിൽ നിന്ന് കാക്ക അലിയുടെ പാട്ട് കേട്ടു. പിന്നെ ആരൊക്കെ കേട്ടത്? അൽ ഉസ്ഫൂറു, കുരുവി, ഡാഷ് അൽ ഉഷി,
കൂട്ടിനുള്ളിലാണ് ആരുള്ളത്? ഉസ്ഫൂർ, കുരുവി. അതുപോലെ തന്നെ അല്ലഖ്ലഖു, കൊക്ക് എവിടെയാണുള്ളത്? ഡാഷ് അശ്ശജറത്തി, മരത്തിന്റെ ഫൗക്ക, മുകളിലായിട്ടല്ലേ കാണുന്നത്, അപ്പൊ അവിടെ ഫൗക്ക എന്ന് ചേർത്ത് കൊടുക്കണം. അൽ കിത്തു, പൂച്ച എവിടെയാണുള്ളത്? മരത്തിന്റെ താഴെയായിട്ടാണ് കാണുന്നത്, അപ്പൊ എന്താണ് അവിടെ ചേർക്കേണ്ടത്? തെഹ്ത, താഴെ എന്നതിന് തെഹ്ത, മുകളിൽ ഫൗക്ക. ഇൽ എന്ന് പറയാൻ ഫി എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അൽ കിത്തോ തെഹ്ത ഷജറത്തി, മരത്തിന്റെ താഴെയാണ് പൂച്ചയുള്ളത്. അലിയുടെ പാട്ട് കേട്ടോ മുറ്റത്തുണ്ടായിരുന്ന മരമുത്തശ്ശി ചിരിക്കുകയും ഫാത്തിമ ഡാൻസ് ചെയ്യുകയും ജസീം ഏറ്റുപാടുകയും ചെയ്തു. നുലാഹിലു, നമുക്ക് നിരീക്ഷിക്കാം. വനക്തുബു എന്നിട്ട് നമുക്ക് അതിന് യോജിച്ച സ്ഥലത്ത് എഴുതാം. നോക്കൂ, ഇവിടെ മരം എന്താണ്? മരം ചിരിക്കുന്നതാണ് കാണുന്നത് ഫോട്ടോയിൽ. അഷജറത്തു, ഷജറത്ത് പറഞ്ഞ മരമാണ്. ഇനി ചിരിക്കുക എന്ന വേർഡിന് എന്താണ് പറയുക അറബിയില്? തൽഹഖു, തൽഹഖു ഷജറത്തു, മരം ചിരിക്കുന്നു. ഇനി ജസീം പാട്ട് പാടുന്നതായിട്ട് കാണുന്നുണ്ട്. പാട്ട് പാടുക എന്നതിന് എന്താ പറയുക? യുൻഷിദു, യുൻഷിദു ജസീമു, ജസീം പാട്ട് പാടുന്നു. ഇനി ഫാത്തിമയെ നൃത്തം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നൃത്തം ചെയ്യുന്നതിനുള്ള വേർഡ് എന്താണ്? തെർക്കുസു, തെർക്കുസു ഫാത്തിമ. അടുത്ത പ്രവർത്തനം നോക്കാം. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൂക്കള മത്സരത്തിന് ആവശ്യമായ പൂക്കൾ തേടി അലിയും കൂട്ടുകാരും തൊട്ടടുത്തുള്ള പൂന്തോട്ടത്തിലേക്ക് പോയി. പല നിറത്തിലും രൂപത്തിലുമുള്ള പൂക്കൾ അവർ കണ്ടു. ഏതെല്ലാം പൂക്കളായിരിക്കും അവർ കണ്ടത്? നുലാഹിലു വനക്തുബു, ഏതൊക്കെ പൂക്കളാണ് കണ്ടത് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എഴുതാം. ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? സമ്പക്, ചെണ്ടുമല്ലിനെ കാണുന്നുണ്ട്. സമ്പക് അസ്ഫർ, സമ്പക് അസ്ഫർ, യെല്ലോ കളറിലുള്ള സമ്പക്. പിന്നെ ഉള്ളത് എന്താണ്? ഫുല്ലുൻ, മുല്ല, മുല്ലപ്പൂവ് കാണുന്നുണ്ട്. അവിടെ വീണ്ടും ഫുല്ലുൻ എന്ന് ചേർത്ത് കൊടുക്കുക. ഫുല്ലുൻ അബിയൽ, വൈറ്റ് കളറിലുള്ള ഫുല്ല്, മുല്ലയെ കാണുന്നുണ്ട്. പിന്നെന്താണ് കാണുന്നത്? പിക്ചറില് നൗഫർ, ആമ്പല് കാണുന്നുണ്ട്. നൗഫർ, ആമ്പലിന് എന്താ പറയാ? നൗഫർ. നൗഫർ ഏത് കളറാണ്? അസ്റഖ്, ബ്ലൂ കളറിലാണ് കാണുന്നത്. പിന്നെയുള്ളത് വർദ്ധത്തുൻ, റോസ്, റോസാപ്പൂവിനെ കാണുന്നുണ്ട്. കളർ എന്താണ്? അഹ്മറുൻ, റെഡ് കളറാണ് ഉള്ളത്. ഈ വേർഡുകളൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.